Er hat sich ein mitgenommen. ആന മുങ്ങിപ്പോയി. ഓ അത് കിട്ടിയായിരുന്നാ? ഏയ് അത് പകുതിയെ കിട്ടിയുള്ളൂ. ഇവിടെ ശരിക്കും നിയമം ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ സംശയമുള്ളൂ. ആനേനെ ആക്രമിച്ചതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികൾ കൊടുത്ത പരാതിയിൽ സ്ഥലം മാറ്റം കൊടുത്ത് DFO ആയിട്ട് സ്ഥലം മാറ്റം കൊടുക്കാഞ്ഞത് ഭാഗ്യമായി. മതപ്പാട് ലക്ഷണം ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ചട്ടമുണ്ട്. അതറിഞ്ഞിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഈ പൈസക്ക് വേണ്ടിയിട്ട്. ഈ കൈക്കൂലി കിട്ടാതെ ഈ പറയുന്ന ആനയെ കൊണ്ടുവരുന്നത് ചാക്കിട്ട് നിർത്തണം, വെള്ളം ഒഴിച്ച് ചാക്കിട്ട് നിർത്തണം, അങ്ങനെ കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയാണ് പാലിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജ്യോതിഷേ, എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണത്? ഞാൻ വെറുതെ ഓരോ ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. എന്നാ കച്ചവടങ്ങളൊന്നുമില്ല? കഴിഞ്ഞു, നേരമായില്ലേ വീട്ടിൽ കയറണ്ടേ? ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഈ വീഡിയോക്ക് ആനയാണ് ഇത് നിൽക്കുന്നത്. ആളുകളുണ്ട് അടുത്ത്. പടക്കോ അപ്പം ഇതെന്താ നോക്കി, ഈ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം എന്താ നോക്കി. തോട്ടയോ? ഗുണ്ട്. ഓക്കെ. ഇത് ആനയുടെ ദേഹത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആന 4 പേരെയാണോ 40 പേരെയാണോ കൊല്ലുക? തീർച്ചയായും എന്തായാലും ആക്രമിക്കോ? അതെ. ആണോ? ഇത് ഒരു ഞാനോ നീയോ ഒന്നുമല്ല ഈ എറിഞ്ഞത്. ഫോറസ്റ്റ് ജീവനക്കാരനാണ് എറിയുന്നത്. ഫോറസ്റ്റിലെ വാച്ചറാണ് ഈ എറിയണത്. നോക്കി കയ്യിലിരിക്കണ സാധനം നോക്ക് നീ. ഇത് തോട്ടയാണ്. ആണോ? എറിയുന്നത് ആണോ? ആനയുടെ നിന്റെ ദേഹത്തോട്ട് ഞാൻ തോട്ട എറിയട്ടെ നിനക്ക് എന്ത് ചെയ്യും? നിന്റെ പേടി പോകുമോ പടക്ക് എറിഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ? ഉറപ്പല്ലേ? പിന്നെ ആന എന്ത് ചെയ്യും? ആക്രമിക്കും. 2024-25 മാത്രം 16 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത് കേരളത്തിൽ. വനം വകുപ്പ് മന്ത്രി നിയമസഭയെ പറഞ്ഞ കണക്കാണ്. അപ്പം അല്ലാതെ ഉണ്ടാവും. ഈ ഒരാഴ്ച മാത്രം വയനാട് ചവിട്ടിക്കൊന്നത് 4 പേരാ. ഈ ബാലൻ്റെ ഇപ്പൊ പറയുന്ന ഈ ബാലൻ്റെ അടക്കം 72 മണിക്കൂർ കൊണ്ട് ചവിട്ടിക്കൊന്നത് 2 പേരാ. ഒരാഴ്ച കൊണ്ട് ചവിട്ടിക്കൊന്നത് 4 പേരാ. ഇത് സത്യത്തിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പണ്ട് എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ ഒരു ധനമന്ത്രിക്ക് 2 ലക്ഷം രൂപ വീതം കൊടുത്ത് ആ PSC കാലാവധി തീരുന്നതിന് തൊട്ട് മുൻപ് അതുവരെ എടുത്തു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാനില്ല, അതുകൊണ്ട് എടുക്കില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച ആ സ്ഥലത്ത് ഒരു തലയ്ക്ക് 2 ലക്ഷം രൂപ വീതം കൊടുത്ത് ആ സീറ്റ് മേടിച്ചെടുത്ത് കയറിയവരുണ്ട് പലരും. അതിനകത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ ഏത് പോസ്റ്റാണെന്ന് ഞാൻ പറയണില്ല. പലർക്കും മീഡിയേറ്റർ പോയത് ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് ഞാൻ പോണില്ല. എന്ന് പറഞ്ഞ പോലെ ഇത് സർക്കാർ ജോലി ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ശമ്പളം മേടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുഖജനാവ് നിറയ്ക്കാനും അത് കഴിയുമ്പോൾ സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സാധനം? അതിനുള്ളതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ കാണുമ്പോൾ സംശയമുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ സംശയമുണ്ടെന്ന്. ആണോ? അതെ. കാരണം ഇതേപോലെ ഒരു ആനയുടെ ദേഹത്തോട്ട് തോട്ടെറിഞ്ഞ് ഓടിപ്പിച്ചിട്ട്
ഒരെണ്ണമൊന്നുമല്ല, ഒരെണ്ണമാണെങ്കിൽ എറിഞ്ഞപ്പോൾ ഉന്നം തെറ്റി പോയതാണെന്നെങ്കിലും പറയാം. ഇത് നോക്കിക്കോ, ഇനിയുണ്ട്. ദേ എറിയണം നോക്ക്. ദേ ആനയുടെ ദേഹത്തോട്ട് വീഴ്ച നോക്ക്. ദേ ആന കുളിക്കാൻ പോണു. ആണോ? അതെ, ആന വെള്ളത്തിൽ മുങ്ങി. ദേ പൊട്ടിച്ച് നോക്കി. തോട്ടയാണ്, വെള്ളത്തിൽ തോട്ട. ആണോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവനെയൊക്കെ ഞാനെടുത്ത് പുന്നാരിക്കണോ അതോ ദേഹത്തെടുത്ത് തല ചുമന്ന് വെക്കണോ? നീ പറ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിട്ട് ഒരാൾ പരാതി കൊടുത്തു. പരാതിയും കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പണിഷ്മെൻ്റായിട്ട് ഒരു സ്ഥലം മാറ്റം അടുത്ത ഡിവിഷനിലേക്ക്. എങ്ങനെയുണ്ട്? ആനേനെ ആക്രമിച്ചതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികൾ കൊടുത്ത പരാതിയിൽ സ്ഥലം മാറ്റം കൊടുത്ത് DFO ആയിട്ട് സ്ഥലം മാറ്റം കൊടുക്കാഞ്ഞത് ഭാഗ്യമായി. പ്രൊമോഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയ ഗതികേട്, മലയാളിയുടെ ഗതികേടാണ്. ഇവരൊക്കെ ഇനിയും ഓരോ കാര്യങ്ങളും കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ അവസ്ഥയാണ് ഗതികേടാവും. ഇത് ഇവർക്ക് ആന വരുന്നത് അല്ലെങ്കിൽ ആന വരുന്ന ലൊക്കേഷൻ ഇവർക്ക് അറിയാൻ പറ്റും. നമ്മളെങ്ങനെ അറിയും? അതെ, നമ്മൾ വീണ്ടും ആ സ്ഥലത്ത് പോകുമ്പം കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് 2024-25 ആദ്യത്തെ ആന ചവിട്ടിക്കൊല്ലുന്നത് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോയ സ്ത്രീയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആന വരുന്നത് റോഡിൽ നിൽക്കണ കാര്യം ഞാൻ മുൻകൂട്ടി അറിയാനായിട്ട് ആനയ്ക്ക് സാറ്റലൈറ്റൊക്കെ വെച്ചിട്ടാണല്ലോ വന്നത്. അലാറമൊക്കെ മുഴക്കിയിട്ടാണല്ലോ നിൽക്കണ ആന. ഇത്തരത്തിൽ ടെംപ്റ്റായിട്ട് നിൽക്കുന്ന ആനയായിരിക്കും പിന്നെ ആക്രമിക്കാതിരിക്കുക സ്വാഭാവികമായിട്ടും. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ഇത് ശരിയല്ലല്ലോ. ആണോ? ഒരിക്കലുമല്ല. അട്ടപ്പാടിയിലെ സംഭവം അറിയില്ലേ? 4 പേരെ ചവിട്ടിക്കൊന്നത്, ഉരുൾപൊട്ടൽ. കഴിഞ്ഞ തവണ ഞാൻ കാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ കാട്ടിലെ ആന ഏഴാറ്റുമുഖം ഗണപതി, നീ അടക്കമുണ്ടായി. ഏഴാറ്റുമുഖം ഗണപതിനെ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൃഗ ഡോക്ടർ കാണിച്ചു തന്ന ഏഴാറ്റുമുഖം ഗണപതി ആരായിരുന്നു? വേറെ ഏതോ മേളിൽ നിൽക്കുന്നത് നഗട് നോക്കിയേ. ആനയ്ക്ക് ഒരു കുഴപ്പമില്ല, തീറ്റയൊക്കെ എടുക്കണ കണ്ടില്ലേന്ന് ചോദിച്ച് നമ്മളെ മടക്കി അയച്ചു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായ ആള് എന്താ ചെയ്താ, ചേട്ടാ ദേ അതവിടെ ഒരു സാധനം കിടപ്പുണ്ട്, അതെന്താന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു. ഡോക്ടറെ അതെന്താ കിടക്കണത്? ഓ അത് ശരി, അതാണോ ഏഴാറ്റുമുഖം ഗണപതി എന്നല്ലേ നമ്മളോട് ചോദിച്ചത്? നമ്മുടെ മുന്നിൽ നിന്നാണോ ചോദിച്ചത്? സംരക്ഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് യഥാർത്ഥ പരിശോധനയില്ല, ഒന്നുമില്ല. എന്നിട്ട് ഏഴാറ്റുമുഖം ഗണപതി ഇതേ നിൽക്കണത് ഒരു കുഴപ്പമില്ലാതെ അവിടെ പുട്ടടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇല്ലേ? അപ്പം പിന്നെ ഇവരെന്ത് ചെയ്യണം? ഇവരെ പിന്നെ എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥന് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് തീർപ്പുണ്ടാക്കേണ്ട വിഷയത്തിന് അവരെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇല്ലേ? ഇതിപ്പം നാളെ അയാൾ അപ്പുറത്ത് ഫോറസ്റ്റ് ചെന്നാൽ ഇത് തന്നെയല്ലേ ആവർത്തിക്കുക? തോട്ട. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ വെള്ളത്തിൽ തോട്ടയിട്ടാൽ എത്ര അടിയിലുള്ള മീനുകൾ വരെ ചത്തുപൊങ്ങും. അപ്പൊ ഈ ആനയുടെ അവസ്ഥ എന്തായിരിക്കും? ആനയുടെ പേടി പോയോ? അതിന് ചെവിയുടെ അവസ്ഥ എന്തായിരിക്കും? അതിന് ചെവി കേൾക്കാൻ പറ്റുമോ? പിന്നെ പറ്റൂല. പിന്നെ ആന എന്തായിരിക്കും ചെയ്യുക? വയലന്റ് ആവൂലേ? പിന്നെ ഉറപ്പല്ലേ. ആളുകൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഇല്ലാതെ വന്നിറങ്ങുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീയെ ചവിട്ടിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. മനുഷ്യനെ കാണുമ്പോൾ അത് ആരാണ് എന്താണെന്നൊന്നുമല്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് TV തുറന്ന് ആനയെ ചവിട്ടിക്കൊല്ലണമാണ്, മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ആനയെ ചവിട്ടിക്കൊല്ലണം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ആനേനെ കൊണ്ടുപോയിട്ട് ആന ചവിട്ടിക്കൂട്ടി. 3 പേരെയാണ് ചവിട്ടിക്കൂട്ടിയത്. അതിപ്പോൾ ഉത്സവ സീസണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവനും. ഇപ്പോൾ ഉത്സവ സീസണുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 6-7 ആനകൾ ഇടഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ മനഃപൂർവ്വം അവർ കൊണ്ടുവരുന്നതാണ്. ഈ ഇടയും അറിയാം
നീരിൻ്റെ ലക്ഷണം കാണിക്കുന്ന മാസം ഏതാണെന്ന് അവർക്കറിയാം. പക്ഷേ പൈസ തെച്ചിക്കോട്ട് രാമചന്ദ്രനേക്കാളും പൈസ കൂടി ഇപ്പോൾ ഒരു ആനയ്ക്ക് റേറ്റായെന്ന് പറഞ്ഞു. എന്തിനാണ് കൊണ്ടുവരുന്നത്? ആ ലക്ഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ആന നീരുകാലത്തിലാണെന്ന് അവർക്ക് അറിയാം. ഇതൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥർക്കും അറിയാം. അതാണ് ഏറ്റവും വലിയ വാസ്തവം. ഉദ്യോഗസ്ഥന് അറിയാൻ പാടില്ലായിക്കൊന്നുമില്ല. ഒരിക്കലുമല്ല. കാരണം നാട്ടിൽ ജീവിക്കുന്ന ആനകളുടെ നീരുകാലവും ഇന്ന് ഞാൻ എൻ്റെ മൊബൈലിൽ ഞാനൊരു വീഡിയോ ഉണ്ട്. ആന മുന്നോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാതെ ആനയുടെ ചങ്ങലേമ്മ ബൈക്ക് കുടുങ്ങി കിടക്കണോണ്ടാ. ആനയുടെ ഒരു ബൈക്ക് മറിഞ്ഞ് ആനയുടെ മറ്റേ പുട്രസ്റ്റില്ലേ, പുട്രസ്റ്റ് മുടക്കി ചങ്ങല കുടുങ്ങി ലോക്കായിട്ട് നിൽക്കുക. ആന ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന ലോക്കായി പോയി, നടുക്ക് വന്ന് വിട്ടുപോയി. ആനയ്ക്ക് കാലെടുത്ത് നോക്കാൻ പറ്റണ്ടേ? എന്നിട്ട് ആന അവിടെ നിന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാളിയുടെ ഗതികേട്. തീർച്ചയായും. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. ആന എപ്പോഴാണ് വയലിൻ്റെ അവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പരിശോധിച്ച് ആന വയലിൻ്റെ ആവുന്നില്ല എന്നോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, മതപ്പാട് ലക്ഷണം ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ചട്ടമുണ്ട്. അതറിഞ്ഞിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഈ കൈക്കൂലി കിട്ടാതെ ഈ പറയുന്ന ആനയെ കൊണ്ടുവരുന്നത് ചാക്കിട്ട് നിർത്തണം, വെള്ളം ഒഴിച്ച് ചാക്കിട്ട് നിർത്തണം, അങ്ങനെ കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയാണ് പാലിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അമ്പലത്തിനുള്ളിൽ മാറ്റിയിരിക്കും. ബാക്കി ആന പോകുന്ന മുഴുവനും ഈ വെയിലത്ത് നിൽക്കുന്നത്. അതെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഉദ്യോഗസ്ഥന് ബാധ്യതയുണ്ട്. ആ പ്രവൃത്തി ചെയ്ത ഉദ്യോഗസ്ഥന് ജോലിയിൽ നിന്ന് സ്ഥലം മാറ്റുകയല്ല വേണ്ടത്, ജോലിയിൽ നിന്നും പിരിച്ചുവിടണം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. എന്നാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. തീർച്ചയായും. അത് കാരണം ഇതുപോലെയുള്ള ഗുണ്ടൊക്കെ അല്ലെങ്കിൽ ഇനിയും ആനേനെ ഇതേപോലെയൊക്കെ തന്നെ ചെയ്യും. ഇവിടെ മാത്രമൊന്നുമല്ല, പല സ്ഥലത്തും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ മേലുദ്യോഗസ്ഥൻ്റെ അടക്കം ഇതോടെയല്ലേ ആ ചെയ്തേക്കണത്. അല്ലെങ്കിൽ ഒരു പരാതി ചെന്ന് കഴിഞ്ഞാൽ പരാതിക്ക് നടപടി എടുക്കൂല. ഇത് നടപടിയെങ്കിലും എടുത്തോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ വിഷയത്തിൽ നടപടി വേണം. ചൂരൽമലയിൽ ഇപ്പം ഉരുൾ പൊട്ടിയതിന് ശേഷം ഇപ്പോൾ 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അവിടേക്കുള്ള കംപ്ലീറ്റ് വൈദ്യുതി വിച്ഛേദിച്ചേക്കാണ്. അപ്പം അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചു. പക്ഷെ മാറ്റി പാർപ്പിച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്ഥലം, അവരുടെ കൃഷി സ്ഥലത്തുള്ള വിളവെടുക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷേ ഈ വൈദ്യുത വേലി അല്ല വൈദ്യുതി വിച്ഛേദിച്ചത് മൂലം അവർക്ക് പകൽ പോലും ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ചൂരൽമല ഉരുൾ പൊട്ടിയപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഓടിപ്പോയി ഒരു ആനയുടെ ചോട്ടിൽ വന്ന് നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ, പകല് കുരുമുളക് പറിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറിക്കാനോ പോയാൽ അവിടെ നിൽക്കുന്ന ആന ചവിട്ടിക്കൊള്ളും. ഈ ബാലിൻ്റെ വീട് തൊട്ടടുത്താ, ഈ ചൂരൽമലയുടെ തൊട്ടടുത്താണ്. ഇപ്പോഴും ഈ ക്രോസ് ചെയ്യുന്ന നമ്മുടെ പാലം, ബെയിലി പാലം കിടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇത് അവിടുന്ന് എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? ജീവനും മരണത്തിനിടയ്ക്ക് ഇപ്പോഴും അവർക്ക് വേറെ സ്ഥലം മാറ്റി പാർപ്പിക്കാൻ കൊടുത്തു. പക്ഷെ അവരുടെ സ്ഥലത്ത് നല്ല വിളവെടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല. കാരണം അവിടുത്തെ വൈദ്യുതി മുഴുവനായി വിച്ഛേദിച്ചേക്കാണ്. ഇപ്പോഴത് പുനഃസ്ഥാപിക്കാനോ ഒന്നും വേണ്ട. ആ മുണ്ടക്കൈ സ്കൂളിൽ ഇപ്പോഴും പകൽ ചെന്ന് കഴിഞ്ഞാൽ ആവി പറക്കുന്ന ഈ ആനയുടെ പിണ്ടം കിടപ്പുണ്ട്. ആ കുട്ടികളുടെ അവസ്ഥയാണ്. കാരണം മൃഗങ്ങൾ അതുപോലെ കൃഷി സ്ഥലത്തേക്ക് കയറുന്നു. വൈദ്യുതി വിച്ഛേദിച്ച മൂലമാണ്. അല്ല, ശരിക്കും ഈ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ മൃഗങ്ങളെ വേട്ടയിടാം. അതെ, എണ്ണം കൂടിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടിയ. ഇവിടെ ശരിക്കും നിയമം ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ സംശയമുള്ളൂ. അല്ല, മൃഗസംരക്ഷണം ആവാം. ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും എണ്ണം കൂടുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനും അല്ല അതിനുള്ള വഴികളും കൂടി മനസ്സിലാക്കി വേണം ഒരു പദ്ധതി രൂപീകരിക്കാൻ. അതെ, അത് പദ്ധതി രൂപീകരിക്കാതെ ഇത്രയും ചൂടുള്ള സമയത്ത് ആനകൾ ഇറങ്ങും. തീ വരുന്ന സമയമാണ്. പുല്ലുകളെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. അല്ല, നമ്മളന്ന് കാട്ടിൽ പോയപ്പോഴും കണ്ടില്ലേ? അതെ, അത് തന്നെയാ അവസ്ഥ. തമിഴ്നാട്ടിലെങ്ങനെയാ? ആനയ്ക്ക് നട് ദാ കിടക്കണ പോലെ വെള്ളം,
നടുക്ക് കുഴി കുത്തി വെള്ളം അതിനകത്ത് വെച്ചേക്കുവാണ്. അതെ, അവർക്ക് താൽക്കാലികമായിട്ടുള്ള വെള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും അടക്കം പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, മനുഷ്യന് കുടിക്കാൻ ഇവിടെ കൊടുക്കാൻ വെള്ളമില്ല അവരുടെ കയ്യിൽ, പിന്നെയാണ് മൃഗങ്ങൾക്ക് കൊടുക്കാൻ. അതിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന കാടിനകത്ത് വെള്ളം പമ്പ് ചെയ്തൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? കൊടുത്താൽ മതി. വേണ്ടല്ലോ, മഴവെള്ളം സംഭരിച്ച് അതിനകത്ത് വന്ന് കിടന്നോളുമല്ലോ. അല്ലാണ്ട് അതിന് വേറെ സെപ്പറേറ്റ് വെള്ളം കൊണ്ടുവന്ന് ഇവിടുന്ന് ഇടുക്കി ഡാമിൽ നിന്ന് പ്രത്യേക കണക്ഷൻ കൊണ്ടുവന്ന് പൈപ്പിട്ട് അവിടെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കേരളം എന്ന് പറയുന്നത്. കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും. അവിടെ ഒരു കിടങ്ങ് കുഴിക്കുക അല്ലെങ്കിൽ കുഴി കുത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുക്കുകയും തീറ്റ എടുക്കുകയും അതിൻ്റെ പരിസര പ്രദേശത്തുള്ള മരങ്ങൾ ഇല കൊഴിയാതെയും മറ്റും നിൽക്കും. അത്യുഷ്ണത്തെ കവർ ചെയ്യാനുള്ള ഏറ്റവും വലിയ നല്ല മാർഗ്ഗം അതാണ്. അപ്പം എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? തൽക്കാലം കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താനായിരിക്കാം. ഫണ്ട് നിനക്കറിയാവോ? ചാലക്കുടിയിൽ നമ്മുടെ ഡ്രീം വേൾഡ് ഇല്ലേ, ഏഴാറ്റുമുഖം കഴിഞ്ഞാൽ പാലം ചാടി അപ്പുറത്തേക്ക് വരുന്നു ഡ്രീം വേൾഡിൻ്റെ തൊട്ട് സമീപത്ത് ഒരു കുട്ടിയും അപ്പനും കുട്ടിയുമായിട്ട് പോയ ആ കുട്ടി ആനയെ ചവിട്ടി കൊന്നത് 2016-ലോ 2017-ലോ നമ്മൾ ഇലക്ഷന് മത്സരിക്കാൻ ചോദിക്കാൻ ചെന്നപ്പോഴാണ് നമ്മളോട് കഥ പറയുന്നത്. അന്ന് പറഞ്ഞ ആ കമ്പിവേലി കെട്ടിയ ആ കമ്പിവേലി ഇപ്പോൾ എവിടെയുണ്ട്? ആ കമ്പിവേലിക്ക് അനുവദിച്ച് 4 കോടി ഇപ്പോൾ എവിടെയുണ്ട്? കെട്ടിയിട്ടുണ്ടോ? ഇല്ല, കെട്ടിട്ടില്ല. ആ 4 കോടി എവിടെയാ? അനുവദിച്ചു എന്ന് മന്ത്രി അവകാശപ്പെട്ട 4 കോടി പോലും ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അനുവദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടാവോ? അതാ പറഞ്ഞത്. കിട്ടിയോ കൊടുത്തോ ഇല്ലയോ എന്നൊന്നും. ഇതേപോലെയാണ് ഈ പ്രകസനങ്ങൾ. അതായത് ഒരു വടിയെടുക്കുമ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ ഓട്ടം കൊണ്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ തിരിച്ചു വന്നാലും ഒറ്റടി അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ സാധനം. അതായത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ജനപ്രതിനിധികളെ നേരെ ചൊവ്വേ നട്ടല് നിവർത്തി നിൽക്കാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ശരിയാണ്. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥനും നട്ടലില്ലാത്ത ഭരണാധികാരികളും, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും നട്ടലില്ലാത്ത ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാണ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒരു ഉളുപ്പില്ലാതെയും കൃത്യമായി അവൻ്റെ ജോലി ചെയ്യാതെയും കക്കുന്നതും മോഷ്ടിക്കുന്നതും എല്ലാം. ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് മുകളിലിരുന്ന് ഭരണാധികാരി നടത്തുന്ന നിങ്ങൾ അത് കൃത്യമായി പരിശോധിച്ചില്ലെങ്കിൽ ഇനിയും പലരെയും ചവിട്ടിക്കൊല്ലും. ആന മാത്രമായിരിക്കില്ല, മറ്റു മൃഗങ്ങളും ചവിട്ടിക്കൊല്ലും. അത് ഇല്ലാതിരിക്കാൻ പരിശോധിക്കേണ്ടത് നിങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.